ഹേ ഗൈസ്, നിങ്ങളൊരു ബഡ്ജറ്റ് ലെവൽ ഗെയിമിംഗ് ഫോണാണോ തേടുന്നത്? ദാ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അമൽ. എല്ലാവർക്കും മല്ലൂസിക്കൻ്റെ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, പോക്കോ X3 Pro. നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബോക്സ് ഒന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സീലിൽ രണ്ട് സൈഡിലുള്ളത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ബാക്കിൽ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് കാണിക്കാം. ബോക്സ് കുറച്ച് ടൈറ്റാണ്. ഓക്കെ, നമ്മൾ ബോക്സ് തുറന്ന് വരുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് പോക്കോയുടെ സാധാരണ എപ്പോഴും കാണാറുള്ളത് പോലെ തന്നെ യെല്ലോ തീമാണ് അവർ കൊടുത്തിരിക്കുന്നത്. പോക്കോ എന്ന് എഴുതിയേക്കുന്നൊരു ബോക്സ്. അതിനകത്ത് നമ്മുടെ സിം ഇജക്ടർ ടൂൾ വരുന്നുണ്ട്, മാനുവൽ വരുന്നുണ്ട്, പിന്നെ സാധാ ഒരു കേസും വരുന്നുണ്ട്, TPU കേസ് വരുന്നുണ്ട്. ഈ മാനുവൽ എടുക്കുമ്പം മാറ്റാം. അതിനുശേഷം നമുക്ക് കേസ് ഒന്ന് തുറന്ന് നോക്കാം. സാധാ ഒരു പ്ലെയിൻ TPU കേസാണ് വന്നിരിക്കുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള. ഓക്കെ, അത് മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് ഇനി ബോക്സിനകത്ത് എന്തൊക്കെയാണ്, നമ്മൾ ഫോൺ വരുന്നുണ്ട്, ഫോൺ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റാം. പോക്കോയുടെ ബ്രാൻഡിങ് എതി വരുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബോക്സിനകത്ത് ഇനി എന്തൊക്കെയാണ് ബാക്കി വരുന്നതെന്ന് നോക്കാം. ചെറിയൊരു കവറിങ് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ചാർജറും കേബിളുമാണ് അടുത്തത് വന്നിട്ടുള്ളത്. ചാർജർ ഒരു ഫാസ്റ്റ് ചാർജറാണ്, 33 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ചാർജറാണ് വന്നിരിക്കുന്നത്. കേബിൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് Type C to USB കേബിളാണ് വന്നിരിക്കുന്നത്. Type C to Type C അല്ല, Type C to USB കേബിളാണ് വന്നിരിക്കുന്നത്. വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കവർ ഒന്ന് ജസ്റ്റ് പീൽ ഓഫ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ ബാക്കാണ്. ബാക്ക് നമ്മൾ ഫോണിൻ്റെ കളർ വന്നിരിക്കുന്നത് ഗ്രാഫൈറ്റ് ബ്ലാക്കാണ്. നല്ലൊരു ഫീലുണ്ട് കയ്യിൽ പിടിക്കുമ്പം. കുറച്ച് വെയിറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് സ്റ്റിക്കർ, നമ്മുടെ IMEIയുടെ സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ഇളക്കാം. നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്, വരുന്നില്ല. ഒടുവിൽ ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പോർട്ടുകളൊക്കെ ഒന്ന് നോക്കിയാലോ. നമ്മുടെ സൈഡുകളൊക്കെ ഫിംഗർ പ്രിൻറ്റ് സൈഡ് മൗണ്ടാണ് വരുന്നത്. പിന്നെ ഒരു മൈക്രോഫോൺ മേളിൽ വരുന്നുണ്ട്, നമ്മുടെ വോളിയം അഡ്ജസ്റ്റർ. പിന്നെ ക്യാമറ വരുന്നത് ഒരു റൗണ്ട് റിങ് വരുന്നുണ്ട്, പക്ഷേ അതിനകത്ത് വേറെ ഷേപ്പിലാണ് ക്യാമറ മൊഡ്യൂൾ വന്നിരിക്കുന്നത്, പുറത്തോട്ട് ബമ്പ് ചെയ്തിട്ട്. പിന്നെ നമ്മുടെ ഓഡിയോ ജാക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അത് വലിയൊരു കാര്യമാണ്. സാധാരണ ഇപ്പോഴത്തെ ഫോണുകളിൽ അങ്ങനെ ഓഡിയോ ജാക്ക് അവർ വിട്ട് കളയാറുണ്ട്. നല്ല ഗ്ലേസിങ് ആയിട്ടൊരു കളറാണ്. നമുക്കിനി കേസിനകത്തൊന്ന് ഇട്ട് നോക്കാം. നല്ല ഫിറ്റായിട്ടുണ്ട്, നല്ല ടൈറ്റ് ഫിറ്റാണ്, നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ഓക്കെ, കുഴപ്പമൊന്നുമില്ല, നല്ല ലുക്കൊക്കെ ഉണ്ട്. കുറേ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് കളറ് പോകുന്നെങ്കിലേ ഉള്ളൂ കേസിൻ്റെ. അല്ലാതെ നല്ല ലുക്കുണ്ട്. പോക്കോയുടെ ആ ബാഡ്ജിങ് കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലായിട്ട് നോക്കുമ്പം. പക്ഷേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. റിയൽമി ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ വരുന്നത് പോക്കോയുടെ ലോഗോയാണ്. അതിനുശേഷം പവർഡ് ബൈ ആൻഡ്രോയിഡ്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് UFS 3.1 ആണ്. 20 രൂപയ്ക്ക് അകത്ത് വരുന്ന വേറൊരു ഫോണും ഇതുവരെ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല സ്പീഡാണ്. മിയോയുടെ ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് മേളിൽ നിങ്ങൾക്ക് അറിയാം ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് അവിടെ കത്തുന്നുണ്ടായിരുന്നു. മിയോ 12 ആണ് വന്നിരിക്കുന്നത് ഫോണിനകത്ത് വന്നിരിക്കുന്നത്. 12.5ൻ്റെ അപ്ഡേറ്റ് ഉടനെ വരും. നമുക്ക് ബാക്കി സെറ്റപ്പ് ചെയ്യാം. റീജിയനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത്, ലാംഗ്വേജും റീജിയനും എല്ലാം സെലക്ട് ചെയ്തു. ഓക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം എഗ്രി ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് ലോഡ് ആവുന്നുണ്ട്. സിം കാർഡ് ചെക്ക് ചെയ്യുകയാണ്, സ്കിപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വൈഫൈയിലോട്ട് കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കണക്ട് ചെയ്യാൻ, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തിടാം. നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്ത് വിട്ടു. അതിനുശേഷം നമ്മൾ സെക്യൂരിറ്റി ഒക്കെയാണ്, അത് സ്കിപ്പ് ചെയ്തു. പിന്നെ അഡീഷണൽ സെറ്റിങ്സൊക്കെ നമുക്ക് എഗ്രി ചെയ്യാം, അല്ലെ അത് ഓഫാക്കി ഇടാം. നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പാണ്.
നമ്മുടെ ഇൻബിൽഡായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസൊക്കെ ലോഡായി ഫുള്ള് സെറ്റപ്പായി വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നല്ലൊരു യു ആണ് വന്നിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ പാനലൊക്കെ നമ്മുടെ MIUI 12 വന്നപ്പോൾ ഉള്ള അപ്ഡേഷനാണ് ഫുള്ളും വ്യത്യാസങ്ങൾ. സെറ്റിങ്സിനകത്ത് നമുക്ക് ജസ്റ്റ് നമ്മുടെ എബൌട്ടിൽ കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന വേരിയൻ്റ് എന്ന് വെച്ചാൽ 6GB 128GB വേരിയൻ്റ് ആണ്. അതിനകത്ത് നമുക്ക് 16.4GB യൂസ് ചെയ്തിട്ടുണ്ട്, ബാക്കി ഫ്രീ ആണ്. ആൻഡ്രോയിഡ് വെർഷൻ വന്നിരിക്കുന്നത് 11 ആണ്. ആൻഡ്രോയിഡ് 11 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേക്കകത്ത് വരുന്നത് നമ്മുടെ ഒരു LCD ഡിസ്പ്ലേ ആണ് വരുന്നത്, IPS LCD ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല ബട്ടറി സ്മൂത്ത് ആയിരിക്കും നമുക്ക് ഡിസ്പ്ലേ അനുഭവങ്ങൾ കിട്ടുന്നത്. സ്ക്രോളിങ്ങും ബാക്കി കാര്യങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയസിനകത്താണ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയസിനകത്താണല്ലോ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് ജസ്റ്റ് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും എത്രത്തോളം സ്പീഡിലാണ് ഇത് മൂവ് ചെയ്യുന്നതെന്നുള്ളത്. 60 Hz നമുക്ക് അത്രയും ഫീൽ കിട്ടത്തില്ല. പക്ഷേ ബാറ്ററിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വരാൻ ചാൻസ് ഉണ്ട് 120 Hz ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഡാർക്ക് മോഡ് നമുക്ക് കുറച്ച് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഫോണിനകത്ത് വന്നിരിക്കുന്ന ഒരു 5160 mAh ബാറ്ററിയാണ്. 31 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ USB PD സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 1 മണിക്കൂറിനകത്താണ്. അടുത്തായിട്ട് നമുക്ക് ഇത് വന്നിരിക്കുന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. ഒരു ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്. അതും ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ലൊരു ലൗഡായിട്ടുള്ള സൗണ്ടാണ്. അടുത്തായിട്ട് നമുക്ക് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ക്യാമറയ്ക്കകത്ത് പെർമിഷൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അതെല്ലാം അലോ ചെയ്യാം. നമുക്കൊരു 48 MP മെയിൻ ക്യാമറയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വീഡിയോ ഓപ്ഷനകത്ത് 4K 30, 1080p 60, 30 എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറ ഒരു 8 MP, പിന്നെ ഒരു 2 MP, പിന്നെ ഒരു പ്ലസ് 2 MP ക്യാമറയാണ് ഇത് വന്നിരുന്നത്. പിന്നെ പോർട്രേറ്റ് മോഡ്, മോഡിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് ഡ്യുവൽ വീഡിയോ മോഡ്, വ്ളോഗ് മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. നൈറ്റ് മോഡ്, പിന്നെ പനോരമ മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോണിനകത്ത് 8 MP ഒരു അൾട്രാവൈഡ് ഉണ്ട്. മോശമല്ലാത്തൊരു അൾട്രാവൈഡ് ക്യാമറ അനുഭവം നമുക്ക് കിട്ടും. തിരക്കേടില്ലെന്നേ പറയാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മിസ്സായിട്ട് പോയിട്ടുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഫോണിൻ്റെ പറയാൻ പോവാണ്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ പോക്കോ X3 Pro അതൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ കാര്യം തന്നെ നമുക്ക് പറയാം. അതിൻ്റെ പ്രൊസസ്സറിനെ കുറിച്ചിട്ട് സ്നാപ്ഡ്രാഗൺ 860 എന്ന് പറയുന്നൊരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. നമ്മളെ കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ വന്നിട്ടുണ്ടായിരുന്ന 855+ ആണ്. അതിൻ്റെ തന്നെ ഒരു ടോൺഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ചെറുതായിട്ട് മിനുക്ക് പനികളൊക്കെ ചെയ്ത് സ്നാപ്ഡ്രാഗൺ പുറത്തിറക്കിയിരുന്ന ഒരു പ്രൊസസ്സറാണ് 860 എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ കൂടെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സ്റ്റോറേജ് ടൈപ്പ് UFS 3.1 ആണ് വന്നിരിക്കുന്നത്. ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു ഫോണിനകത്തും വരാത്ത 2 ഫീച്ചേഴ്സാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ 2 ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ പ്രോസസ്സറിനെ കുറിച്ചിട്ടും സ്റ്റോറേജ് ടൈപ്പിനെ കുറിച്ചിട്ടും പറഞ്ഞു. സ്റ്റോറേജ് ടൈപ്പിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ വിട്ടുവരിക കാര്യമുണ്ട്. ഇതിനകത്ത് എക്സ്പാൻഡബിൾ സ്റ്റോറേജ് വരുന്നുണ്ട്. 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോറേജ് ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്. പിന്നെ Wi-Fi 5, പിന്നെ ഗെയിമേഴ്സിന് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഫീച്ചർ അവർ ഇപ്രാവശ്യം കട്ട് ചെയ്തൊന്നും കളഞ്ഞിട്ടില്ല. നമ്മുടെ ഹെഡ്ഫോൺ ജാക്ക് അവിടെ തന്നെ ഉണ്ട്. ഗെയിമേഴ്സിന് പ്രോസസ്സറിൻ്റെ കൂടെ തന്നെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫീലും നിങ്ങൾക്ക് മിസ്സാവുന്നില്ല. അവിടെ എല്ലാം കൂടെ ഒത്തുചേർന്നൊരു ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ചൊരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഡിസ്പ്ലേയുടെ കാര്യത്തിലാണ്. ഒരു IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു AMOLED അവർക്ക് കൊടുക്കാമായിരുന്നു. അതൊരു അത്യാഗ്രഹമാവത്തില്ലെന്ന് നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ഞാനത് തൽക്കാലത്തേക്ക് വിട്ടു. ഓക്കെ, അപ്പോൾ 20 രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഫോൺ വേറെ ഒരു ഫോൺ ഞാൻ പറയുന്നില്ല. പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമറ വെച്ച് നോക്കുമ്പോൾ പൊടിക്കൊരു താഴോട്ടാണ്, അല്ലാതെ ഓൾറൗണ്ടർ ഫോണാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫോണിനകത്ത് നിന്ന് പ്രൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഒഴിവാക്കിയിട്ടുള്ള ഫീച്ചേഴ്സ്. അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഫീച്ചറൊന്നും അല്ല. ഒരു 20,000 രൂപയ്ക്ക് അകത്ത് വരുന്ന ഫോൺ വെച്ച് നോക്കുമ്പോൾ എങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്ന ഫീച്ചർ എന്ന് വെച്ചാൽ 5G. അതെ, നമ്മുടെ 5G സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊസസ്സറാണ് ഫോണിനകത്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം 5G അവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു X50യുടെ മോഡൽ നമുക്കത് കൊടുക്കാമായിരുന്നു 5Gയുടെ അവർക്ക്. അതിനുശേഷം വരുന്നൊരു ഫീച്ചർ എന്ന് വെച്ചാൽ 4K 30 FPS മാത്രമേ ക്യാമറയ്ക്കകത്ത് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ മാക്സിമം ഇപ്പോൾ ആ ഫോണിനകത്ത്. പക്ഷേ പ്രോസസ്സർ സപ്പോർട്ട് ചെയ്യുന്നത് 4K 60 FPS, HDR വീഡിയോ റെക്കോർഡിങ്ങും, അങ്ങനെ എല്ലാ ഫീച്ചറും ഒരുവിധമുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്ത് വരാൻ പറ്റുന്ന മാക്സിമം ഫീച്ചേഴ്സും
പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്തൊരു ഫീച്ചറായിട്ട് തോന്നി. അതുമാത്രമല്ല, നല്ലൊരു ISP ആണ് നമ്മുടെ പ്രൊസസ്സറിന് വന്നിരിക്കുന്നത്. അതും ഇവർ അത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടോ, എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോകോ X3 Proയുടെ വീഡിയോ കണ്ടാണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ബെൽ ബട്ടൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.